ഹേ ഗൈസ്, ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചുറ്റുപാടുള്ളത്. അപ്പോൾ നമുക്ക് വിചാരിച്ചു പ്രോപ്പർ ചെന്നൈ പോയിട്ട് മറീന ബീച്ച്, അതുപോലെ തന്നെ മ്യൂസിയം, പിന്നെ ടി നഗറൊക്കെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ തലേ ദിവസത്തെ ഗാഢമായ നിരീക്ഷണത്തിനൊടുവിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചെന്നൈ സെൻറ്റർ വരെ പോകാൻ നല്ല ദൂരം അത്യാവശ്യം ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ വെയിൽ കാരണം അത് ഉച്ചയ്ക്കായി പോയി കേട്ടോ. എല്ലാവരും പുറപ്പെട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, പോണ്ടിച്ചേരിക്ക് ഇവിടുന്ന് 130 കിലോമീറ്റർ ആണ്. അത് കണ്ടപ്പോൾ നമുക്കൊരു ആലോചന, എന്നാൽ പോണ്ടിച്ചേരിക്ക് വിട്ടാലോ എന്ന്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ പോണ്ടിച്ചേരിക്ക് അങ്ങ് വിട്ടോ. പിന്നെ കാര്യമായി ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള ടാസ്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയത് നോക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ജഗ്ഗുപൊകയായിട്ട് യൂട്യൂബൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ മൈൻഡിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ല കളർഫുൾ ബിൽഡിങ്സ് ഉള്ള ആ പോണ്ടിച്ചേരിയായിരുന്നു. പക്ഷേ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ പ്ലേസിൻ്റെ. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഓറോവിൽ എന്നുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ പോകാമെന്ന്. അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു സ്ഥലമല്ലായിരുന്നു, എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ചെറിയൊരു ഫോട്ടോ വെച്ച് വൈബൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മാതൃമന്ദിർ. ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് ഈ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അതൊക്കെ പെട്ടെന്ന് കണ്ടിറങ്ങി നമ്മൾ നേരെ ബീച്ചിലോട്ട് പോന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല കിടിലൻ ആംബിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച ഒരു പോണ്ടിച്ചേരി കുറച്ച് എനിക്ക് ഇവിടുന്ന് കിട്ടി കേട്ടോ. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് പോണ്ടിച്ചേരി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ വന്നതേ നേരം വൈകിയിട്ടാണ്. അതുകൊണ്ട് അധികം സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല, കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ 2-3 ഫോട്ടോസ് മാത്രമേ എനിക്ക് നല്ല എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരണ്ട. കുറേ നേരം ഞാൻ ഓൾമോസ്റ്റ് ഇവിടുന്ന് വന്നിട്ട് ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ. അവിടെ അങ്ങനെ വെറുതെ ചുമ്മാ വന്ന് ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഇതിൻ്റെ ഫുൾ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. കേൾക്കുന്ന ആൾക്കാർക്ക് വെറുപ്പ് തോന്നും. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവം എനിക്കുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡ് തന്നെ ഒരുപാട് ഐറ്റംസ് വിൽക്കാൻ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. ബീച്ച് കണ്ട ആക്രാന്തത്തിൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക ചെയ്തിട്ടോ. തിരിച്ച് വരുമ്പോൾ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് പോകാണ്ടല്ലോ. പക്ഷേ പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ ഈ ഒരു സംഭവം പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ആംഗ്ലറ്റ് ഡൗക്കി പോയ സമയത്ത് എൻ്റെ കാലിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആംഗ്ലറ്റ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഈ ഒരു ആംഗ്ലറ്റ് അങ്ങ് വാങ്ങി കേട്ടോ. ഞാൻ വാങ്ങി അങ്ങ് തിരിഞ്ഞപ്പോൾ ആദ്യം ഇതേ വരുന്ന ഒരു ആംഗ്ലറ്റും കൂടെ കൊണ്ട് അവൾ വാങ്ങിയപ്പോൾ എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ആംഗ്ലറ്റാണ് നിങ്ങളിപ്പോൾ കണ്ട ആനയുടെ ആംഗ്ലറ്റ് കേട്ടോ. അങ്ങനെ ഒന്ന് വാങ്ങാൻ വിചാരിച്ച് എനിക്ക് 2 കിട്ടി. പിന്നെ പ്ലസ് അമ്മ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കിട്ടി കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.